ആഫ്രിക്കൻ രാജ്യങ്ങളെ കുറ്റവാളികളെ തള്ളാനുള്ള പുതിയൊരു ഇടമാക്കി അമേരിക്ക മാറ്റുകയാണെന്ന് സൂചിപ്പിക്കുന്ന സംഭവ വികാസങ്ങൾ ആശങ്കകൾക്ക് വഴിയൊരുക്കുന്നു. സ്വന്തം രാജ്യങ്ങൾ തിരിച്ചെടുക്കാൻ തയ്യാറാകാത്ത കൊടും കുറ്റവാളികളെ നാടുകടത്താൻ അമേരിക്ക കണ്ടെത്തിയ ഏറ്റവും പുതിയ താവളങ്ങളിലൊന്നാണ് ദക്ഷിണാഫ്രിക്കയിലെ ഒരു ചെറിയ രാജ്യം കൂടിയായ എസ്വാറ്റിനി. ദക്ഷിണാഫ്രിക്കയിലെ രാജഭരണം നിലനിൽക്കുന്ന ഏക രാജ്യമായ എസ്വാനിയിലും അവിടുത്തെ തിങ്ങി നിറഞ്ഞ ജയിലുകളും ഇപ്പോൾ ലോകം മുഴുവൻ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന അമേരിക്കൻ നാടുകടത്തൽ പരമ്പരകളുടെ ഇരകളാണ്. ദക്ഷിണ സുഡാൻ, എസ്വാറ്റിനി തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള ഈ നാടുകടത്തലുകൾ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളുടെ നേർചിത്രമാണ് വരച്ചു കാട്ടുന്നത്. 2025 ജൂലൈ 16 വിയറ്റ്നാം, ജമൈക്ക, ലാവോസ്, ക്യൂബ, യമൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള 5 പേരെ ആഫ്രിക്കയിലെ എസ്വാറ്റിനിയിലേക്ക് നാടുകടത്തിയത് ഇതിൽ ഒടുവിലത്തെ സംഭവമാണ്. കുട്ടികളെ ബലാത്സംഗം ചെയ്തവർ, കൊലപാതകികൾ, കൊള്ളക്കാർ എന്നിവരടക്കമുള്ളവരാണ് ഇവരെന്നും സ്വന്തം രാജ്യങ്ങൾ തിരിച്ചെടുക്കാൻ വിസമ്മതിക്കുന്ന അസാധാരണമാം വിധം ക്രൂരമായ വ്യക്തികൾ എന്നാണ് അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി ഇവരെ വിശേഷിപ്പിച്ചത്. എസ്വാറ്റിനിയെ പോലെയുള്ള ചെറിയ രാജ്യങ്ങൾ അമേരിക്കൻ സർക്കാരുമായി ഇത്തരം നാടുകടത്തൽ കരാറുകളിൽ ഏർപ്പെടുന്നത് അമേരിക്കയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനും ട്രംപിന്റെ നല്ല പുസ്തകങ്ങളിൽ ഇടം നേടാനുമാണെന്ന് ഇന്റർനാഷണൽ ക്രൈസിസ് ഗ്രൂപ്പിലെ ഡാനിയൽ അഗച്ച് അഭിപ്രായപ്പെടുന്നു. എന്നാൽ ഇത് മനുഷ്യാവകാശങ്ങളെ അവഗണിക്കുന്നതായും സുതാര്യതയില്ലായ്മയ്ക്ക് വഴിവെക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ തടവുകാരുടെ വരവ് രാജ്യത്തെ ഇതിനോടകം തിങ്ങി നിറഞ്ഞ ജയിലുകളിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുമെന്ന ആശങ്കയും മനുഷ്യാവകാശ പ്രവർത്തകർ ഉയർത്തുന്നു. എസ്വാറ്റിനിലെ പ്രമുഖ ജനാധിപത്യ പ്രവർത്തകനായ വാർഡിൻ ടുലുറ്റുലു ഈ നടപടിയെ രാജ്യത്തിന്റെ പരമാധികാരത്തെയും അഖണ്ഡതയെയും നഗ്നമായി ദുരുപയോഗം ചെയ്യുന്നതിന് തുല്യമെന്നാണ് വിശേഷിപ്പിച്ചത്. ഈ നാടുകടത്തൽ ശ്രമങ്ങളുടെ തുടക്കം ദക്ഷിണ സുഡാനിലേക്കുള്ള സമാനമായ നടപടികളോടെയാണ്. 2025 ജൂലൈ 5 ട്രംപ് ഭരണകൂടം 8 പേരെ ദക്ഷിണ സുഡാനിലേക്ക് നാടുകടത്തിയിരുന്നു. കൊലപാതകം, മോഷണം, മയക്കുമരുന്ന് കടത്ത്, ലൈംഗികാതിക്രമം തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടവരായിരുന്നു ഇവർ. സുഡാനിലെ ജുബ വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഇവരുടെ ഇപ്പോഴത്തെ സ്ഥിതി വ്യക്തമല്ല. അക്രമം, തട്ടിക്കൊണ്ടുപോകൽ, സായുധ സംഘർഷം എന്നിവ കാരണം പൗരന്മാർക്ക് യാത്ര ഒഴിവാക്കാൻ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉപദേശം നൽകിയിട്ടുള്ള ഒരു രാജ്യത്തേക്കാണ് ഇവരെ അയച്ചത് എന്നത് ഈ നടപടിയുടെ ക്രൂരത വർദ്ധിപ്പിക്കുന്നു. നാടുകടത്തൽ തടയാനുള്ള അവസാന നിമിഷത്തെ നിയമ പോരാട്ടം പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഇത് സംഭവിച്ചത്. ഇത് ക്രൂരവും അസാധാരണവുമായ ശിക്ഷ ആയിരുന്നെന്നും അപ്പീൽ നൽകിയവർ വാദിച്ചു. എന്നാൽ സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവുകൾ കാരണം തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നാണ് ബോസ്റ്റണിലെ ജഡ്ജി ബ്രയാൻ മർഫി വാദിച്ചത്. അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയിലെ അസിസ്റ്റന്റ് സെക്രട്ടറി ട്രിസിയ മക്ലോഗിൻ ഈ നടപടിയെ നിയമവാഴ്ചയ്ക്കും അമേരിക്കൻ ജനതയുടെ സുരക്ഷയ്ക്കും വേണ്ടിയുള്ള വിജയമെന്നാണ് വിശേഷിപ്പിച്ചത്. എന്നാൽ ഈ നാടുകടത്തപ്പെട്ടവർക്ക് സുരക്ഷാ ഭീഷണികളും ദുരുപയോഗങ്ങളും നേരിടാൻ സാധ്യതയുണ്ടെന്ന് മനുഷ്യാവകാശ ഗ്രൂപ്പുകൾ മുന്നറിയിപ്പ് നൽകുന്നു. ഈ മൂന്നാം രാജ്യങ്ങളിലേക്കുള്ള നാടുകടത്തലുകൾ, ന്യായമായ നടപടിക്രമങ്ങൾ, അന്താരാഷ്ട്ര നിയമപരമായ ബാധ്യതകൾ, മനുഷ്യന്റെ മര്യാദയുടെ അടിസ്ഥാന തത്വങ്ങൾ എന്നിവയെല്ലാം ലംഘിക്കുന്നതായി കാലിഫോർണിയ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ലോയിലെ ബ്ലെയിൻ ബുക്കി അഭിപ്രായപ്പെടുന്നു. ബ്രിട്ടനും ഇസ്രായേലും സമാനമായ മൂന്നാം രാജ്യങ്ങളിലേക്ക് നാടുകടത്തുന്ന നയങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിലും മനുഷ്യാവകാശ ലംഘനങ്ങൾ കാരണം അവ നിയമപരമായി വെല്ലുവിളിക്കപ്പെടുകയും പലപ്പോഴും തടയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇത് അമേരിക്കയുടെ കുടിയേറ്റ പ്രശ്നങ്ങളെ ഔട്ട്സോഴ്സ് ചെയ്യുന്നതിന് തുല്യമാണെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ട്രംപ് ഭരണകൂടം ആഫ്രിക്കൻ രാജ്യങ്ങളെ കുറ്റവാളികളെ തള്ളാനുള്ള ഒരു സ്ഥലമായി മാറ്റുകയാണ് എന്ന വാദത്തിന് ബലം നൽകുന്ന തെളിവുകളാണ് സുഡാനിലേക്കും എസ്വാറ്റിനിയിലേക്കുമുള്ള ഇത്തരം കയറ്റി അയക്കലുകൾ. ഈ നാടുകടത്തലുകൾ അമേരിക്കയുടെയും സ്വീകരിക്കുന്ന രാജ്യങ്ങളുടെയും മനുഷ്യാവകാശ പ്രതിബദ്ധതകൾ ചോദ്യം ചെയ്യപ്പെടുന്നതിന് കാരണമാകുന്നു. ഇത് അന്താരാഷ്ട്ര നിയമങ്ങളെയും മാനുഷിക മൂല്യങ്ങളെയും അവഗണിച്ച് രാജ്യങ്ങൾക്കിടയിൽ പുതിയൊരു നയതന്ത്ര പ്രതിസന്ധി സൃഷ്ടിക്കുമോ എന്ന ചോദ്യം പ്രസക്തമാണ്. ഇത്തരം നീക്കങ്ങൾ ആഗോള മനുഷ്യാവകാശ സാഹചര്യങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാകും.